അങ്ങനെ 2 ആഴ്ച മുന്നേ നമ്മൾ ജോഡിയാക്കിയ സാറ്റിന് ഇതപ്പോൾ എഗ്ഗ് ചെയ്തിട്ടുണ്ട്. എഗ്ഗ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ പാത്രം എടുത്ത് നോക്കിയാൽ മുട്ട മണലില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മളത് സെറ്റാക്കി ഇതാ അടിപൊളിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തുറന്നത് ഇതായി നാടൻ പ്രാവുകളെ കൂടാണ് കേട്ടോ. ഈ കാണുന്ന 12 നാടന്മാരെയും കൊടുക്കാനുള്ളതാണ്. ഇവരെ കൊണ്ടുപോകാനുള്ള വണ്ടി 2 ദിവസത്തിനകം എത്തുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിലുള്ള ഈ പുള്ളിപ്പെട്ടക്ക് വിരിഞ്ഞിറങ്ങിയ 15ഓളം കുഞ്ഞുങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുന്നത് ഈ പുള്ളിപ്പെട്ട തന്നെയാണ് കേട്ടോ. അട വെച്ച 16 മുട്ടയിൽ 15ഉം വിരിയിച്ചിറക്കി റെക്കോർഡ് തീർത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പുള്ളിപ്പെട്ട. വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ കുറച്ചു നേരം കയ്യിലിങ്ങനെ വെച്ച് ഓമനിക്കുന്നത് നമുക്കൊരു ഹോബിയാണ്. പിന്നെ ഈ പ്രായത്തിലുള്ള ഡേയോട് കുഞ്ഞുങ്ങളെ നമ്മൾ 50 രൂപ വെച്ച് സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ കാണുന്ന കുഞ്ഞനാണ് കേട്ടോ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും ചെറുത്. അട കിടക്കൽ തുടങ്ങിയിട്ട് ഏകദേശം 14 ദിവസത്തോളമായിട്ടോ നമ്മുടെ കരിമ്പുള്ളി. പിന്നീട് നമ്മൾ പോയത് ആ കന്നിപ്പടയായ ഈ വെള്ളക്കോഴിയുടെ അടുത്തേക്കാണ്. എന്നാൽ ഇവളാണെങ്കിൽ കോഴിമുട്ടയിൽ കിടക്കുന്നേ ഇല്ല കേട്ടോ. മിക്കവാറും ഇവളാ കോഴിമുട്ട ഫുള്ള് നാശമാകാനാണ് സാധ്യത. പിന്നീട് നമ്മൾ കേജിലിട്ട് വെച്ചിരിക്കുന്ന ഒരു ജോഡി നാടൻ പ്രാക്കളുടെ അടുത്തേക്കാണ് കേട്ടോ പോയത്. ഇവരെ എഗ്ഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എഗ്ഗ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് പാത്രത്തിൽ തൊട്ടപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ അവരെ വല്ലാതെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ നമുക്ക് 2 കോഴിമുട്ട കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.